ഏറ്റവും ഒടുവിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ BJP 89 സീറ്റുകളിലേക്കും JDU 83 സീറ്റുകളിലേക്കും RJD 27 സീറ്റുകൾ LJP 21 കോൺഗ്രസ് 5 സീറ്റുകൾ മജ്ലിസ് പാർട്ടി 5 സീറ്റുകൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 5 സീറ്റുകൾ മറ്റുള്ളവർ 8 സീറ്റുകൾ തുടങ്ങി ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സീറ്റ് നില കാണുന്നത്. അത്തരത്തിൽ വലിയ നിലയിലേക്ക് മഹാഗഠബന്ധനെ പിന്തള്ളിക്കൊണ്ട് NDAക്ക് മുന്നേറാനായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഫ്രീ വീസകൾ തന്നെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ റിസൾട്ട് എത്രത്തോളം ആശ്വാസമാകുന്നു എന്നുള്ളതാണ്. കാരണം SIRമായി ബന്ധപ്പെട്ട ചോദ്യമുനയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് ആ റിസൾട്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോഴും ദീപങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. SIR കഴിഞ്ഞുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് 3 ലക്ഷം വോട്ടുകളാണ് ഇപ്പോൾ അധികം പോൾ ചെയ്തത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരില്ലേ? മാത്രവുമല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിസൾട്ടിൽ, അതായത് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിന്നത് അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് കമ്മീഷനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതായത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ അവിടെ പെരുമാറുന്ന രീതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം അത് കൃത്യമായിട്ട് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ബീഹാർ. അതിൽ അവർ വിജയം കണ്ടു എന്നുള്ളതാണ് BJPയുടെ ഒക്കെയും നേതാക്കൾ അവകാശപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു മുന്നേറ്റമായി തന്നെ മാറ്റാൻ വേണ്ടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ അവർ കാണുന്നത്. പ്രത്യേകിച്ച് വലിയൊരു വിജയം ഉണ്ടാക്കിയിരിക്കുന്നു, യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വളരെ വേഗത്തിൽ തന്നെ ഇത് മാറ്റാൻ വേണ്ടി സാധിക്കും. അതിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് വലിയ പ്രത്യാരോപണങ്ങളൊക്കെയും നിലനിന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വലിയൊരു വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും നിരവധി പേരെ വെട്ടിമാറ്റി എന്നുള്ള ആരോപണങ്ങൾ RJDയും കോൺഗ്രസും ഉയർത്തിയെങ്കിൽ പോലും അത് ഒന്നും ഇപ്പോൾ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷം ഉയർത്താത്ത തരത്തിലേക്ക് ഒരു വലിയ വിജയം 200 സീറ്റുകളിലധികം മുകളിലേക്ക് പോകുന്ന വലിയൊരു വിജയം കരസ്ഥമാക്കുവാൻ എന്തായാലും NDA മുന്നണിക്കായിട്ടുണ്ട്. മഹാസഖ്യത്തെ പിന്തള്ളിക്കൊണ്ട് ഇവർക്ക് മുന്നേറാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപകാരമായതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും നടത്തുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടമാണ് നമ്മൾ കണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും SIR വ്യാപിപ്പിക്കുന്നതിന് ഒരു ചോദ്യങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്ര വലിയൊരു വിജയത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന് തുടരാമോ? സുമോദ് കൂടി ചേരുന്നുണ്ട്. സുമോദ്, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കുന്നു SIR. കേരളം ഉൾപ്പെടെ കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തി മാത്രവുമല്ല, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് മാത്രം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നതുകൊണ്ട് മാത്രം അത് കോൺഗ്രസിന്റെ തലയിലാക്കേണ്ട കാര്യമുണ്ടോ? മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് നടത്തേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ട് അത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാകുന്നു എന്നൊരു ചോദ്യം കൂടിയല്ലേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഉയരുന്നത്? ഏത് തരത്തിലായിരിക്കും ഇന്ത്യ സഖ്യം ഈ ആരോപണങ്ങളുമായി ഇനി മുന്നോട്ട് പോവുക? ധനിയ, വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഈ ഹരിയാനയിൽ മാത്രമല്ല ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു ക്രമക്കേട് നടത്താൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബീഹാറിൽ നടത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശരിവെക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എത്ര പേരെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കും ലഭിക്കുന്നില്ല. സാധാരണ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യം സുതാര്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വോട്ടെടുപ്പ് സുതാര്യമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്നുള്ളത് കാര്യം അറിയാനുള്ള അവകാശമുണ്ട്. ഇക്കാര്യം സുപ്രീം കോടതിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണ്. മാത്രമല്ല സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആരെയൊക്കെയാണ് ഈ ഒഴിവാക്കിയിരിക്കുന്നത് അതിന്റെ കാരണം സഹിതം കൃത്യമായി ഒരു ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ആ വോട്ടെടുപ്പിന്റെ തലേ ദിവസമായിരുന്നു കോടതിയിൽ കേസ് പരിഗണിക്കാനിരുന്നത്. അന്ന് കേസ് പരിഗണിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എത്ര പേരാണ് വോട്ട് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒരു വ്യക്തമായിട്ട് അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ മീഡിയ വൺ സംഘം തന്നെ നടന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് വന്നിട്ട് അവർക്ക് വോട്ട് നഷ്ടമായതാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു സ്ത്രീ മീഡിയ വണ്ണിനോട് പറഞ്ഞത് അവർ മൃത എന്ന് ചൂണ്ടിക്കാണി, അതായത് മരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വോട്ട് അവരുടെ റദ്ദാക്കിയിരിക്കുന്നത്. അവർ BLOയോട് പരാതി പറഞ്ഞു, BLOയോട് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവരുടെ ആധാർ കാർഡ് കൊടുത്തു, ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു ഗതികേടിലായിരുന്നു അവർ. ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായി പറഞ്ഞത്. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ഒരു യാദവ് കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു അവർ. നമ്മളോട് സംസാരിച്ചപ്പോൾ ബഹാദൂർപൂർ മണ്ഡലത്തിലായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചത്. ആ മണ്ഡലം മാത്രമല്ല പല മണ്ഡലങ്ങളിലേക്കും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി നിരവധി പേരാണ് വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി വന്നത്. നമ്മുടെക്കൽ തന്നെ പരാതിയുമായി ആൾക്കാർ വന്നു കഴിയുമ്പോൾ എത്രയോ പേരാണ് പരാതി പറയാതെ തന്നെ ഇരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയും ഇതിന്റെ ഒരു ചിത്രം വ്യക്തമാകണമെങ്കിൽ എത്ര പേരെയാണ് ഈ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഈ വോട്ട് ചോരി ആരോപണത്തിന്റെ എത്രത്തോളം ഇതിൽ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.